വാഴ്ക വയ്യകം, വാഴ്ക വയ്യകം, വാഴ്ക വളമുടൻ. വേദാദ്രി മഹർഷിയുടെ ജീവചരിത്രം, എൻ്റെ ആത്മചരിത്രം, അധ്യായം 14. ചിന്തയുടെ വിശദീകരണം. ആത്മാവിൻ്റെ പ്രവൃത്തികളും അനുഭവങ്ങളുമാണ് മനസ്സ് എന്നറിയപ്പെടുന്നത്. അതിൻ്റെ ഒറ്റപ്പെട്ട ഒരു പ്രവർത്തന മഹിമയുള്ള മനസ്സിനെ തന്നെയാണ് ചിന്തകൾ എന്ന് വിളിക്കുന്നത്. ജീവൻ എന്നത് തന്നെയാണ് ആത്മാവ്. ആത്മാവെന്നാൽ ജീവന്റെ ശക്തി. ദൈവഗണങ്ങൾ കോടാനുകൂടി ചേർന്ന ഒരു സംയോഗ തുടർസൃഷ്ടിയാണ്. ഈ ജീവശക്തിയുടെ സ്വയംഭ്രമണം മൂലം സൃഷ്ടിക്കപ്പെടുന്ന തിരമാലകളാണ് ഇന്ദ്രിയങ്ങൾ വഴി പ്രവർത്തിക്കുമ്പോൾ ബോധ്യം, അനുമാനം എന്ന പ്രവൃത്തികളായി അവ ജീവഗണങ്ങളിൽ രേഖപ്പെടുത്തലുകളായിക്കൊണ്ടിരിക്കുന്നത്. കാലം, ദൂരം, വ്യാപ്തി, വേഗം എന്ന സങ്കല്പങ്ങളാണ് ഭാവനയായി ചിന്ത എന്ന മനസ്സിന്റെ പ്രവർത്തനമായി പറയപ്പെടുന്നത്. മനസ്സ് എന്ന പ്രയോഗം ആത്മാവിന്റെ എല്ലാ ഉണർവ് പ്രവൃത്തികളെയും കുറിക്കുന്ന ഒന്നാണ്. ഉദാഹരണമായി, ശരീര ആവശ്യങ്ങളെ അറിയുന്ന, പരിഹരിക്കുന്ന തരത്തിൽ അത് അന്നമയ കോശമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതുമൂലമുണ്ടായ ഇന്ദ്രിയ രേഖപ്പെടുത്തലുകളെ ചിന്താശക്തികളായി പ്രതിഫലിച്ചുകൊണ്ടേയിരിക്കുന്ന പ്രവൃത്തിയിൽ മനോമയ കോശമായി അലിഞ്ഞുകൊണ്ടിരിക്കുന്നു. ആത്മാവ് ഇന്ദ്രിയങ്ങൾ വഴി തനിക്കുള്ളിൽ തന്നെ തൻ്റെ ഉണർവ് ശക്തിയെ നിലനിർത്തുമ്പോൾ അത് പ്രാണമയ കോശമായി സ്ഥിതി ചെയ്യുന്നു. തൻ്റെ ആത്മാവിൻ്റെ പ്രവൃത്തി, സ്ഥിതി, സത്യങ്ങൾ എന്നിവ ബോധ്യപ്പെട്ട ശേഷം വീണ്ടും ചുരുങ്ങി തനിക്ക് പ്രവൃത്തിമണ്ഡലമായി വർത്തിച്ച മഹാപ്രവൃത്തിമണ്ഡലം, സൃഷ്ടി, പ്രവൃത്തി, ഫലങ്ങൾ ഇവകളെല്ലാം ബോധ്യപ്പെടുമ്പോൾ അത് വിജ്ഞാനമയ കോശമായി പ്രസരിച്ച് ശോഭിക്കുന്നു. കൂടാതെ തൻ്റെ പ്രവൃത്തികളെയെല്ലാം മുഴുമിപ്പിച്ച് ശാന്തി നേടി മെയ്പൊരുളുണർന്ന് അത് ആനന്ദമയ കോശമായി സമ്പൂർണത നേടി പൂർണ്ണമായി ഭവിക്കുന്നു. ആത്മാവിൻ്റെ ഓരോ സംവിധാന മഹത്വങ്ങളും അതിരുകളും ഓരോന്നായി രേഖപ്പെടുത്തി ഓരോ നിലയും ഓരോ കോശമായി പകർന്ന് പൂർവികർ നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. ആത്മാവ് തൻ്റെ പ്രവൃത്തിയാലും അനുഭവത്താലും നേടുന്ന കഴിവുകളെ തനിക്കുള്ളിൽ തന്നെ രേഖപ്പെടുത്തലുകളാക്കി അതുകൊണ്ട് തന്നെ അതിനെ ആവരണം ചെയ്തുകൊള്ളുന്നു. തൻ്റെ പ്രവർത്തന ശക്തികൾക്ക് അതിരുകൾ ഏർപ്പെടുത്തിക്കൊള്ളുന്നു. ആ അതിരുകൾക്കനുസരിച്ച് നിരാശയിൽ മയങ്ങിയോ അല്ലെങ്കിൽ പ്രസരിച്ച് തെളിഞ്ഞോ ജീവിതം നയിക്കുന്നു. ഇപ്രകാരമുള്ള ആത്മാവിൻ്റെ പ്രവർത്തന ശൈലിയെയും അതിർ വിപുലതയെ കുറിക്കുന്ന ഒന്നാണ് കോശം എന്ന പദം. ഈ 5 കോശങ്ങളെയും ചേർത്ത് സാധാരണ മനസ്സ് എന്ന് പറയാം. മനസ്സ് കീഴ്ത്തലത്തിൽ ഇന്ദ്രിയങ്ങളുടെ മയക്കനിലയിൽ വൈകാരികമായി ചുരുങ്ങിയും പ്രവർത്തിച്ചു വരുന്നു. വികാസതലത്തിൽ വിശദീകരണം ലഭിച്ച പൂർത്തീകരണത്തിൻ്റെ തെളിവോടുകൂടി ഉണർന്നും പ്രവർത്തിച്ചു വരുന്നു. അന്നമയ, മനോമയ കോശങ്ങളിൽ മനസ്സിന്റെ അവസ്ഥയെ വികാരമെന്നും, പ്രാണമയ കോശനിലയിൽ അതിനെ അറിവ് എന്നും, വിജ്ഞാന ആനന്ദമയ കോശനിലയിൽ ആത്മബോധ്യം എന്നും നാം പറയപ്പെടുന്നു. ആത്മാവ് ശരീരം വഴി ഒരു ദുഃഖവികാരം കൊള്ളുമ്പോൾ അതിൽ നിന്നും തന്നെ രക്ഷിക്കുവാൻ ഒരു വസ്തുവിനെയോ അല്ലെങ്കിൽ പ്രവൃത്തിയെയോ അന്വേഷിക്കുന്നു. ഏതൊരു വസ്തുവാണെങ്കിലും പ്രവൃത്തിയാണെങ്കിലും അതിന് കാലം, ദൂരം, വ്യാപ്തി, ഊർജം, ടൈം, ഡിസ്റ്റൻസ്, വോളിയം ആൻഡ് ഫോഴ്സ് എന്നീ 4 പരിമാണങ്ങൾ ഉണ്ട്. ഈ അളവുകൾ കൊണ്ട് ഓരോ വസ്തുക്കളെയും അല്ലെങ്കിൽ പ്രവൃത്തികളെയും ആത്മാവ് തീരുമാനിക്കുന്നതിനാൽ ആ പ്രവൃത്തിക്ക് ചിന്ത എന്ന പേര് വന്നു. എണ്ണുന്നതാകുന്ന എണ്ണത്തിൽ നിന്നും എണ്ണമായി തൻ്റെ പ്രവൃത്തിക്കും മറ്റൊരു പ്രവൃത്തിക്കുമിടയിൽ, ഒരു വസ്തുവിനും മറ്റൊരു വസ്തുവിനുമിടയിൽ, ഒരു പ്രവൃത്തിക്കും മറ്റൊരു പ്രവൃത്തിക്കുമിടയിൽ മുമ്പ് ബോധ്യപ്പെട്ടതിനും ഇപ്പോൾ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതിനുമിടയിലുള്ള വ്യത്യാസങ്ങളെ ആപേക്ഷക ബോധ്യത്താൽ കാലം, ദൂരം, വ്യാപ്തി, ശക്തി എന്ന 4 അവകളെ കൊണ്ട് ഗണിക്കുന്നതും ആ ഗണിപ്പിൻ സമയമുണ്ടാക്കുന്ന തൻ്റെ ശക്തി പ്രകമ്പന ഫലങ്ങളെ സുഖമായോ ദുഃഖമായോ ബോധ്യപ്പെടുന്നതും ആത്മാവിൻ്റെ പ്രവർത്തനങ്ങളാണ്. ഇപ്രകാരമുള്ള ആലോചന കഴിവുകളെ കൊണ്ട് ആത്മാവിൻ്റെ നിർദ്ദിഷ്ട പ്രവൃത്തിയെ ചിന്ത എന്ന് നാം പറഞ്ഞു പോരുന്നു. ചിന്ത ആത്മാവിൻ്റെ പ്രവൃത്തിയാണെങ്കിൽ ആത്മാവിൻ്റെ ഉറവിടം എന്ത്? പൂർണ്ണം എന്ന പരമ്പൊരുളായി ഭവിക്കുന്ന ദൈവത്തിൻ്റെ അർത്ഥപ്രവൃത്തി തലമാണ് ആത്മാവ്. സമുദ്രവും തിരമാലകളും പോലെയാണ് ഈശ്വരനും ജീവനും. സമുദ്രത്തിന്റെ പ്രവർത്തന ശക്തി ഇളക്കം തിരമാലയായി മാറുന്നതുപോലെ
ഈശ്വരന്റെ മഹാചേഷ്ടകൾ ജീവനായി പ്രവർത്തിക്കുന്നു. ആകയാൽ ആത്മാവ് ചിന്തിക്കുന്നുവെന്നാൽ ഈശ്വരൻ എന്ന മഹാപരമ്പൊരുൾ ചിന്തിക്കുന്നു എന്നർത്ഥം. അണുവെന്ന അളവിൽ ആത്മാവിന്റെ ശക്തിക്ക് ചുരുങ്ങി നിലകൊള്ളുവാനും സാധിക്കും. അഖണ്ഡ മഹാമണ്ഡലത്തിന്റെ ശക്തികളത്തിന്റെ അപ്പുറമുള്ള അതിരില്ലാത്ത പരംവെളിയായ അനന്തമായി വിരിഞ്ഞു നിൽക്കുവാനും സാധിക്കും. എങ്ങനെയാണെന്നാൽ ഏത് അണുമുതൽ എല്ലാമായിരുന്നുവോ അതുതന്നെ ആത്മാവിൽ അറിവായും നിലകൊള്ളുന്നതിനാൽ അതിന് ഏതളവിലും രൂപമെടുക്കുവാൻ സാധിക്കുന്നു. ഇന്ദ്രിയ നിയന്ത്രണാവസ്ഥയിൽ അതിരുകൾക്കുള്ളിൽ ചുരുങ്ങിപ്പോയി ആ അതിരുകൾ വികസിപ്പിച്ച് ഒടുവിൽ തന്റെ സ്വരൂപം വരെ എത്തുമ്പോൾ അതിരുകളില്ലാത്ത പരമാത്മാവായി തന്നെ ബോധ്യപ്പെട്ടുകൊള്ളുന്നു. ഘട്ടം ഘട്ടമായുള്ള ആത്മാവിന്റെ അതിർവരമ്പുകളെ ആണ് 5 നിലകളാക്കി പഞ്ചകോശങ്ങളെന്ന് പൂർവികർ പേരിട്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള ചിന്തകളുടെ ശക്തി തന്റെ ശരീരം വരെ ചുരുങ്ങി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ അതിനെ നര അകം എന്ന് പറയും. അതായത് ഈ ശരീരം തന്നെയാണ് ഞാൻ എന്ന മായ വിചാരാവസ്ഥ. ഞാൻ എന്നത് മനുഷ്യതത്വത്തെ സൂചിപ്പിക്കുന്ന ഒരു പദമാണ്. അഹം എന്നത് മനസ്സെന്നതിനെ കുറിക്കുന്ന പദമാണ്. നര അകം എന്നുള്ള 2 പദങ്ങളും കൂട്ടിച്ചേർത്ത് നരകം എന്ന പദമായി. ശരീരമാണ് ഞാനെന്ന് തോന്നുന്ന മയക്കത്തിൽ ചില വസ്തുക്കളും ചില മനുഷ്യരും തൻ്റെയാണെന്ന ചിന്തയുണ്ടാകും. അതിന്റെ ഫലമായി വസ്തുക്കളുടെ മേലുള്ള അവകാശം, ആളുകളുടെ മേലുള്ള അവകാശം രണ്ടുമുണ്ടായി. ഇവകളെ സംരക്ഷിക്കുവാനായി ജാതി, മൊഴി, വംശം, മതം, ദേശം മനുഷ്യർ സംഘടിക്കുമ്പോൾ സമൂഹത്തിൽ വ്യത്യസ്ത വികാരങ്ങളുണ്ടായി ദുഃഖങ്ങൾ അധികരിക്കുന്നു. ഇതിന് വിപരീത പദമാണ് സ്വർ അകം, സ്വർഗം. ജീവൻ ഞാനാണെന്ന് ബോധ്യപ്പെടുന്ന ശ്രേഷ്ഠമായ അവസ്ഥയാണത്. മഹാശക്തി മണ്ഡലം മുഴുവനും സർവവ്യാപിയായ മഹാകാശത്തിന്റെ ചെറിയ അംശമാണ് ഈ ശരീരത്തിലുള്ള ജീവൻ എന്ന വിശാലമായ ചിന്ത. മയക്കത്തിൻ മൂലമുള്ള പ്രവൃത്തികളാലുണ്ടായ ദുഃഖങ്ങളെ അപേക്ഷിച്ച് സമാധാനം നേടുന്ന ഉയർന്ന അവസ്ഥയാണ്. ഇത്രയും മഹാശക്തിയായ ചിന്താശക്തിയുള്ള മനുഷ്യൻ എന്തുകൊണ്ട് ജീവിതത്തിൽ ദുഃഖിക്കുന്നത്? ഈ ചോദ്യത്തിന് മറുപടിയുണ്ട്. അന്നമയ കോശം മുതൽ ആനന്ദമയ കോശം വരെ 5 അതിരുകൾ ആത്മാവിന്റെ വ്യാകരണമായുണ്ടെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ജനങ്ങൾ അറിവിന്റെ വിശദീകരണ നിലയ്ക്ക് യോജിച്ച ഈ 5 നിലകളിലും ഘട്ടം ഘട്ടമായി ഉയർന്നുകൊണ്ടിരിക്കുന്നു. അന്നമയ കോശം, മനോമയ കോശം എന്നീ 2 വിധ മയക്ക നിലയിലാണ് മിക്കവാറും മനുഷ്യർ ജീവിക്കുന്നത്. അവരുടെ ജീവിതത്തെക്കുറിച്ചോ സുഖദുഃഖങ്ങളെക്കുറിച്ചോ അവർ മനസ്സിലാക്കുന്നില്ല. ഉയർന്ന നിലയിലുള്ളവർ താഴ്ന്ന നിലയിലുള്ളവരെ മനസ്സിലാക്കിക്കൊള്ളുന്നു. താഴ്ന്ന നിലയിലുള്ളവർ ജീവിതത്തിന്റെ ഗുണങ്ങൾ മനസ്സിലാക്കാതെ പ്രവർത്തിച്ച് തനിക്കും മറ്റുള്ളവർക്കും ദുഃഖങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ ദുഃഖങ്ങൾ ചങ്ങല പോലെയാണ്. വിപുലമായ ലോകസമൂഹത്തിനെയും തലമുറകളെയും വിസ്തരിച്ച് ബന്ധപ്പെട്ടിരിക്കുന്നു. ജീവിതം വിസ്തരിച്ച് ബോധ്യപ്പെടാത്ത അവസ്ഥയിലുള്ള മറ്റുള്ളവർക്ക് തന്റെ ഭാവിയിലും ദുഃഖമുണ്ടാകാതെ ധാർമ്മികമായി ജീവിക്കുവാൻ ഒരു നല്ല രീതി പൂർവികർ സൃഷ്ടിച്ചിട്ടുണ്ട്. അതാണ് ഭക്തിമാർഗം. ഈശ്വരൻ എന്ന മെയ്പുരൽ തന്നെ സ്വയംഭൂ പരമാണുവായി അതിന്റെ വിസ്താര നിലകളാൽ കൊണ്ട് പ്രപഞ്ച വസ്തുക്കളെല്ലാമായി മാറി. അതിൽ നിന്നും ജീവൻ ഉത്ഭവിച്ച് മനുഷ്യരെ വരെ പരിണമിച്ച് അവൻ തന്നെ അറിഞ്ഞ് പൂർണ്ണത നേടി വീണ്ടും ഈശ്വരനായി മാറുന്നുവെന്ന സത്യത്തെ മറച്ചു വയ്ക്കപ്പെട്ടു. ഈശ്വരൻ ഏകനായി നിന്നുകൊണ്ട് അവൻ തന്നെ മനുഷ്യനെയും പ്രപഞ്ചത്തെയും അത് സൃഷ്ടിച്ചുവെന്ന് സൃഷ്ടി സിദ്ധാന്തം പടർത്തി പാപം, പുണ്യം, നരകം, സ്വർഗം, ഈശ്വരാരാധന, ജീവാരാധന എന്ന രീതികൾ ഉണ്ടാക്കിയവർ. ഈ സങ്കല്പത്താലുള്ള ഭയത്താലും ആഗ്രഹത്താലും അറിവില്ലാത്ത ജനങ്ങൾക്ക് തങ്ങളുടെ പ്രവൃത്തികളെ നിയന്ത്രിക്കുവാൻ കഴിഞ്ഞു. എങ്കിലും ലോകത്തിൽ ശാസ്ത്രജ്ഞാനം ജനങ്ങളിൽ ഉണർത്തിയ അറിവും അത്രയും ഭക്തിമാർഗത്തിലുള്ള സങ്കല്പങ്ങളെ ജനങ്ങൾ സ്വീകരിക്കുവാൻ തയ്യാറായില്ല. കൂടാതെ ഓരോ രാജ്യങ്ങളിൽ ഈ സങ്കല്പങ്ങൾ വ്യത്യസ്തപ്പെട്ടിരുന്നതിനാൽ പല സ്ഥലവാസികൾ ഒത്തുചേരുമ്പോൾ സങ്കല്പങ്ങളുടെ തിരശ്ശീലയിൽ സുഷിരങ്ങൾ വീണുപോയി. യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കി ജീവിക്കുവാനുള്ള ജ്ഞാനമാർഗവും രഹസ്യമാർക്കപ്പെട്ടു. ഇപ്പോൾ എന്താണ്? ഭക്തിമാർഗത്തിൽ ജനങ്ങൾക്ക് വിശ്വാസമില്ലാതെയായി. ജ്ഞാനമാർഗം മറയ്ക്കപ്പെട്ട വസ്തുവുമായിരിക്കുന്നു. ഇന്ദ്രിയമയക്കത്താൽ ജനങ്ങൾ വികാരപ്പെട്ട് വശപ്പെട്ട് ജീവിക്കുന്ന ദുഃഖജീവിതം തന്നെ വ്യാപിച്ചു കഴിഞ്ഞു. കൂടാതെ വ്യക്തികളുടെ വാണിജ്യ രീതികൾ ആവശ്യമല്ലാത്ത പല വസ്തുക്കളെയും ആവശ്യമുള്ളതാക്കി മനുഷ്യനെ യന്ത്രങ്ങളാക്കി മാറ്റി. സമൂഹത്തിൽ ഭൂരിഭാഗം ജനങ്ങളുടെയും മനസ്സ് ഇരുണ്ടതായി മാറി. ചിന്തകളുടെ ഉറവിടവും സ്ഥിതിയും പ്രവൃത്തിയും ഫലവും ഞാനിവിടെ വിശദീകരിച്ചു കഴിഞ്ഞു. ഇപ്പോഴുള്ള ലോകത്തെ തിരുത്തുവാൻ എന്തു ചെയ്യണം? ചിന്താശക്തിയുള്ള ജനങ്ങളെല്ലാവരും മനസ്സിലാകത്തക്ക വിധത്തിൽ ഉയർന്ന തരത്തിലുള്ള ഈശ്വര വിശദീകരണവും മനസ്സിന്റെ പ്രവൃത്തി അച്ചടക്ക പരിശീലനവും ആവശ്യമാണ്. ലോകരാജ്യങ്ങളെല്ലാം സംയോജിച്ച ഒരുതരം
ഭരണം ആവശ്യമാണ്. ജനങ്ങളെ മയക്കത്തിൽ നിന്നും വ്യക്തിനിലയ്ക്ക് കൊണ്ടുവരുവാനായി ആയിരക്കണക്കിന് തന്നെ എറിഞ്ഞ, തന്നെ ഉണർന്ന അനുഗ്രഹീത സന്നദ്ധ സേവകന്മാർ ആവശ്യമാണ്. ഇന്നത്തെ ലോകത്തിന് അത്യാവശ്യമായി ഈ ആവശ്യങ്ങൾ മനസ്സിലാക്കിയ ഞാൻ എൻ്റെ ശക്തിയെ അനുഗ്രഹീത സന്നദ്ധ സേവനത്തിനായി ചിന്തിച്ചു. ഞാൻ അറിഞ്ഞ സത്യങ്ങളെ പലർക്കും വിശദീകരിച്ച് പറഞ്ഞു നൽകി. ഉയർന്നു വന്ന ആശയങ്ങളെ ഞാൻ എഴുതുവാൻ തുടങ്ങി. എഴുതി ഞാൻ രാത്രി മാത്രം എനിക്ക് ബാക്കി. കുടുംബം, സമ്പാദ്യം, കടമകൾ, പകൽ സമയങ്ങൾ ഞാൻ മൊത്തമായും ചിലവാക്കി പോന്നു. ഓരോ രാത്രികളിലും എപ്പോൾ ഞാൻ കിടക്കും, എപ്പോൾ എഴുന്നേക്കും, എപ്പോൾ ഞാൻ എഴുതുമെന്ന് പറയാൻ പറ്റുകയില്ലായിരുന്നു. എൻ്റെ കണ്ണുകൾക്ക് കേട് സംഭവിച്ചു. എൻ്റെ അഭിപ്രായങ്ങൾ കവിതകളായി സൃഷ്ടിക്കപ്പെട്ടു, ലേഖനങ്ങളായി സൃഷ്ടിക്കപ്പെട്ടു, ചിന്തകളുടെ അതിഥിയായി സൃഷ്ടിക്കപ്പെട്ടു. അക്കാലത്ത് പ്രസിദ്ധീകരിച്ച ഗ്രന്ഥങ്ങളാണ് ലോകസമാധാനം, ജ്ഞാനവും ജീവിതവും, മാക്കോല, മതിവിരുന്ന്, അൾട്രൂയിസം, അൻപുലി മാസിക. ഇവകളെല്ലാം ഇപ്പോൾ നിങ്ങൾ വായിച്ചു വരുന്ന ജ്ഞാനവും വാഴവും എന്ന ഗ്രന്ഥം 6ാം പ്രസിദ്ധീകരണമാണ്. ആദ്യമിത് തവവും ജ്ഞാനവും എന്ന പേരിലും, രണ്ടാമതായി ശക്തി എന്ന പേരിലും, മൂന്നാമതായി അണ്ടവും പിണ്ടവും എന്ന പേരിലും പ്രസിദ്ധീകരിച്ചിരുന്നു. ഓരോ പ്രാവശ്യവും 2000 പകർപ്പുകൾ വീതം പ്രസിദ്ധീകരിച്ചിരുന്നു. ഇപ്പോൾ അതിലൊന്നുപോലും ഇരിപ്പില്ല. ഇങ്ങനെയുള്ള ലോകമുണ്ടായാൽ മനുഷ്യകുലം ഇന്ന് നേരിടുന്ന പീഡനങ്ങളിലെല്ലാത്തിൽ നിന്നും മോചനം നേടുമെന്നത് എനിക്ക് നന്നായി ബോധ്യപ്പെട്ടു. ഈ ബോധ്യം ജനങ്ങളുടെ മധ്യേ പരക്കെ പടർന്നാൽ മാത്രമേ ഫലമുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കി. ലോക സമാധാന സേവാസംഘം എന്ന പരിശുദ്ധ ക്ഷേത്രമൊന്ന് ഞാൻ നിർമ്മിച്ചു. പലരും എന്നെ പറഞ്ഞ് തമാശിച്ചു. എന്നെ ഒരു ഭ്രാന്തൻ എന്ന് തന്നെ പലരും കരുതി. ഉച്ചത്തിലും പറഞ്ഞ് കളിയാക്കി. ഇങ്ങനെയല്ലേ സാധാരണക്കാരും കരുതുകയുള്ളൂ. ഇത് മനസ്സിലാക്കിയ ഞാൻ അങ്ങനെയുള്ളവരോട് ദയ കാണിച്ച് അവരും നേരെയാകുവാനെ അനുഗ്രഹിക്കല്ലാതെ വേറെന്ത് എനിക്ക് ചെയ്യാൻ സാധിക്കും? അല്പാൽപ്പം എൻ്റെ വിവരണങ്ങൾ അറിവിൽ മികച്ച ചിലരുടെ മനസ്സിൽ തട്ടി. ഈശ്വരാനുഭൂതി നൽകുന്ന ധ്യാന പരിശീലനം മൂലം അവർക്ക് അതിൽ വ്യക്തത ലഭിച്ചു. ആദ്യം ചെന്നൈയിൽ തങ്കശാലി തെരുവ് 503/2 നമ്പർ വീട്ടിൽ ശ്രീ TG നാഗയ്യ, അദ്ദേഹത്തിൻ്റെ അനുജൻ TG അയ്യൻ എന്നിവരുടെ സഹകരണത്തോടെ ലോകസമാധാന സേവാ സംഘം സ്ഥാപിക്കാൻ സാധിച്ചു. അവിടെ മതിയായ പിന്തുണ ലഭിക്കാത്തതിനാൽ കുറച്ചു വർഷങ്ങൾക്കുള്ളിൽ ആസ്ഥാനം ഗുഡുവാഞ്ചേരി ഗ്രാമത്തിലേക്ക് തന്നെ മാറ്റി സ്ഥാപിച്ചു. കടലൂർ മണ്ഡലത്തിലുള്ള ആലമ്പാക്കം എന്ന ഗ്രാമത്തിൽ പോസ്റ്റ് മാസ്റ്ററായി ജോലി ചെയ്തിരുന്ന അരുൾനിധി SV രാമാനുജം എന്നയാൾ എൻ്റെ സുഹൃത്താണ്. പരഞ്ജ്യോതി സ്വാമികൾ സഭ വഴിയാണ് ഞാൻ പരിചയപ്പെട്ടത്. അദ്ദേഹം എൻ്റെ ധ്യാനരീതികളും തത്വവിശദീകരണങ്ങളും പലരെയും അറിയിച്ചു. പിന്നീട് അദ്ദേഹം തിരുവാതിരിപ്പുലിയൂർ ബജാർ പോസ്റ്റ് ഓഫീസിൽ പോസ്റ്റ് മാസ്റ്ററായി സ്ഥലം മാറിപ്പോയി. അദ്ദേഹത്തിൻ്റെ പരിശ്രമം കൊണ്ട് ആദ്യം അഡ്വക്കേറ്റ് ബഹുമാന്യായ വെങ്കടാചലം പിള്ള അവരുടെ ഗൃഹത്തിൽ 1967 ആണ്ട് 3 ദിവസത്തേക്ക് പ്രഭാഷണങ്ങൾ ഏർപ്പാട് ചെയ്യപ്പെട്ടു. കടലൂർ വാസികൾക്ക് എന്നെ പരിചയപ്പെടുത്തിയത് ശ്രീ SV രാമാനുജൻ അദ്ദേഹവും ശ്രീ വെങ്കടാചലം പിള്ള ദമ്പതികളുമാണ്. അതിനു പുറമെ 1968 ആണ്ട് കടലൂരിലൊരു സെന്റർ രൂപീകരിച്ചു. പല പ്രഭാഷണങ്ങൾ ജ്ഞാനികളുടെ മഠങ്ങളിലും ശ്രീ ഭഗവത് സ്വാമി മഠത്തിലും ഞാൻ നടത്തി. അക്കാലത്ത് കടലൂർ സർക്കാർ തൊഴിൽ പരിശീലന വിദ്യാലയത്തിൽ മാനേജരായിരുന്ന അരുൾനിധി സന്താനകൃഷ്ണൻ എന്നയാൾ സെന്ററിൽ ചേർന്ന് പലരെയും കൊണ്ടുവന്നു ചേർത്തു. ആദ്യമൊക്കെ പലരും അലക്ഷ്യത്തോടുകൂടി പെരുമാറിയെങ്കിലും സെന്ററിന്റെ ലക്ഷ്യവും പ്രവർത്തികളും മനസ്സിലാക്കിയ ശേഷം കടലൂർ സെന്ററിന് ജനമധ്യത്തിൽ നല്ല മതിപ്പ് നേടാൻ കഴിഞ്ഞു. കടലൂർ സെന്ററിൽ എൻ്റെ സേവനത്തിന്റെ ഒത്തബലമായി അരുൾനിധിയർകൾ M. ശിവലിംഗം, പൊന്നുസ്വാമി, R. തിരുനാവുക്കരശ്, ശിവശരണമ്മയാർ എന്നിവർ എന്നോടൊപ്പം ചേർന്നു. ഇപ്പോൾ ഞാനില്ലാതെ തന്നെ ആ സഭ നന്നായി പ്രവർത്തിച്ചു വരുന്നു. എണ്ണമറ്റ ജനങ്ങൾക്ക് അറിവിന്റെ പ്രകാശം പകർന്ന് ശാന്തമായ ജീവിതത്തിന് വഴികാട്ടിയും വരുന്നു. ഇതുപോലെ തമിഴ്നാട്ടിലുള്ള എല്ലാ ഗ്രാമങ്ങളിലും, ഓരോ ജില്ലകളിലും, മറ്റു സംസ്ഥാനങ്ങളിലും, ലോകരാഷ്ട്രങ്ങളിലും ആത്മജ്ഞാന ധ്യാന സ്ഥാപനങ്ങൾ ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. കാരക്കാലിലെ നിരവധി ഗ്രാമത്തിൽ ജീവിച്ചിരുന്ന അരുൾനിധി രാമചന്ദ്രൻ എന്നയാൾ കടലൂർ സെന്ററിൽ ദീക്ഷ നേടി. തത്വം മനസ്സിലാക്കിയയാളാണ്. അദ്ദേഹം 1958 ആണ്ട് സീമൻ സ്വാമി മഠത്തിൽ ആത്മജ്ഞാന ധ്യാന മണ്ഡപം സ്ഥാപിച്ചു. ഇപ്പോൾ അത് പല പാണ്ഡിത്യമുള്ളവരെയും സൃഷ്ടിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്നു. 1968 ആണ്ട് ഗുഡുവാഞ്ചേരി ആശ്രമത്തിൽ നടത്തപ്പെട്ട എൻ്റെ 58ാമത് ജന്മദിനാഘോഷ പരിപാടിയിൽ പങ്കെടുത്ത് ആത്മജ്ഞാന ദീക്ഷ നേടിയ അരുൾനിധിയർകൾ A. പുരുഷോത്തമൻ, സുബ്ബുരാമസ്വാമി രണ്ടുപേരും 1969 ആണ്ടിൽ പുതുച്ചേരിയിൽ ആത്മജ്ഞാന ധ്യാന സ്ഥാപനം സ്ഥാപിച്ചു. പിന്നീട് കോവൈ, നീലഗിരി, പുതുക്കോട്ടൈ, മണൽമേട് ഇവിടെയൊക്കെ നമ്മുടെ ധ്യാനരീതി വ്യാപിച്ചു. ഈ വർഷം 9/3/70 ഡൽഹി മഹാനഗരത്തിൽ അരുൾനിധിയർകൾ ജഗ്ഗുഭായ് ഗോപാൽ അമ്മയാർ, N. സത്യനാരായണ എന്നീ 2 പേരുടെ സംഫലമായി ഒരു ആത്മജ്ഞാന ധ്യാന സ്ഥാപനം തുറന്നു. ഇപ്പോൾ ഡൽഹി സ്ഥാപനത്തിൽ 140 പേരുണ്ട്. നാഗപുരിയിൽ അരുൾ സെൽവർ V. അളവന്താർ അദ്ദേഹത്തിന്റെ ആശ്രമത്താൽ 1970 ഒക്ടോബർ 23 തീയതികളിൽ 3 പ്രഭാഷണങ്ങൾ ഏർപ്പാടാക്കി. 20 സ്നേഹിതർ അവിടെ ജ്ഞാനദീക്ഷ നേടി. 8/11/70 തീയതി നാഗപുരിയിൽ
ആത്മജ്ഞാന ധ്യാന സ്ഥാപനം ഞാൻ തുറന്നു. ഇനിയും പല സംസ്ഥാനങ്ങളിലും ലോകരാജ്യങ്ങളിലും നമ്മുടെ സ്ഥാപനങ്ങൾ ഓരോന്നായി ഉടലെടുക്കും. ജീവന്റെ വിവരണവും അറിവിന്റെ അവസ്ഥാവിതരണവും ഇല്ലാത്ത ഒറ്റക്കുറവ് കൊണ്ട് കാരണം വേദാന്തവും വിജ്ഞാനവും ഒന്നോടൊന്ന് യോജിക്കാതെ ഇരിക്കുന്നു. ആ കുറവ് ഇപ്പോൾ ഞാൻ നികത്തി. ജീവന്റെ വിശദീകരണം, അറിവിന്റെ വിശദീകരണം, പരമ്പൊരുൾ വിശദീകരണം എല്ലാം ശാസ്ത്രരീതിയിൽ ഞാൻ വിശദീകരിച്ചു കഴിഞ്ഞു. മനുഷ്യജീവിതത്തിന് വ്യക്തമായ ഒരു വ്യക്തത ലഭിച്ചു കഴിഞ്ഞു. പരമ്പൊരുൾ വിശദീകരണ ധ്യാനമുറകളും ജീവിതശൈലിയും ലോകചിന്തകന്മാർ, എഴുത്തുകാർ, രാഷ്ട്രീയ നേതാക്കൾ, ഭരണകർത്താക്കൾ, വ്യവസായ നേതാക്കൾ, ധനികന്മാർ, അധ്യാപകർ, കോളേജ് വിദ്യാർത്ഥികൾ, ശാസ്ത്രജ്ഞന്മാർ എന്നിവരിലേക്കും വ്യാപിപ്പിക്കണം. അതിന്റെ ഫലമായി സാമ്പത്തിക വകുപ്പ്, രാഷ്ട്രീയ വകുപ്പ്, വിദ്യാഭ്യാസ വകുപ്പ് എല്ലായിടങ്ങളിലും ഒരു സമ്പൂർണ്ണ വികാസവും പുനഃസംഘടനയും ഉണ്ടാകും. അപ്പോഴാണ് ലോകത്തിൽ വ്യക്തിജീവിതത്തിലും സമൂഹ ജീവിതത്തിലും സ്ഥായിയായ സമാധാനം ഉണ്ടാവുകയുള്ളൂ.